എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര രസകരമായ സംഭവങ്ങളാണ്. CPM ഇവിടെ അടുത്ത വർഷം തോറ്റപ്പോൾ ഭയങ്കര സങ്കടമുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് സഖാക്കളുണ്ട്. ആ സഖാക്കളൊക്കെ ഇപ്പോൾ ഭയങ്കര ആഹ്ലാദവന്മാരാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ആവട്ടെ, ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഇതൊക്കെ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷകരമായ ദൃശ്യങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ആർക്കാണ് സീറ്റ് വേണ്ടതെന്ന് പറയുന്ന ചർച്ചകൾ, ആർക്കെങ്കിലും സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളുകളെ ഫ്ലെക്സ് കീറിപ്പറിക്കുന്ന അതേ പാർട്ടിക്കാർ. ഇപ്പൊ നടക്കുന്നത് KC വേണം, VC വേണം, RC വേണം എന്ന് പറയുന്ന ഗംഭീരത്തല്ലാണ്. KCക്ക് വേണ്ടിയിട്ട് KC ആൾറെഡി MLA-മാരെ, മൂപ്പർക്ക് ചൊൽപ്പടിക്ക് നിർത്തുന്ന MLA-മാരെയാണ് നിർത്തിയിട്ടുള്ളത്, ആളുകളെയാണ് മത്സരിക്കാൻ നിർത്തിയിട്ടുള്ളതെന്ന് പറയുന്നു. VD സതീശനാണെങ്കിൽ പാട്ടുകളൊക്കെ ഇറക്കി സഹതാപ തരംഗവുമായിട്ട് നിശബ്ദമായി കുത്തിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെന്ന്. എങ്ങാനും ഹൈക്കമാൻഡ് VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ പൊന്നിടാങ്ങളെ VD സതീശൻ കുടുംബത്ത് കുത്തിരിക്കും. മിക്കവാറും ആ മന്ത്രിസഭ രൂപീകരണത്തിന് പോലും മൂപ്പര് വരാനുള്ള സാധ്യത കാണാനില്ല. കാരണം ഈ ഇലക്ഷന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ചൊരു മനുഷ്യൻ അദ്ദേഹം തന്നെയാണ്. എവിടെ നോക്കിയാലും VD സതീശനായിരുന്നു. മൂപ്പരുടെ പേരിലടക്കം ഇടതുപക്ഷക്കാർ 4ഓളം അക്കൗണ്ടുകൾ ഉണ്ടാക്കി, നുണേശൻ എന്ന പേരിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം. അതിൽ KCയുടെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ RCയുടെ പേരിലൊന്നും രമേശ് ചെന്നിത്തലയുടെ പേരിലൊന്നും ഇറക്കിയിട്ടുള്ളതല്ല. എന്നാൽ രമേശ് ചെന്നിത്തല എനിക്ക് അത്യാവശ്യം, ഞാൻ അവിടെ മന്ത്രിസഭയിലൊക്കെ ഉണ്ടായിരുന്നാണ് മുന്നേ, എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ ഒരു പരിചയമുള്ള ഒരാളെ തന്നെയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ വെക്കാൻ നല്ലത്, അതിന് യോഗ്യം ഞാനാണ് എന്നൊക്കെ ഹൈക്കമാൻഡിൽ പോയി പറഞ്ഞു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ വാർത്തകൾ വരുന്നു. ഈ വോട്ട് ചെയ്ത നാട്ടുകാരൊക്കെ ഇപ്പോൾ പൊട്ടന്മാരായില്ലേ അല്ലേ? വോട്ട് ചെയ്ത നാട്ടുകാർക്കൊക്കെ എന്ത് വിലയുള്ളത്? അതിനു മുമ്പ് PC വിഷ്ണുനാഥ് പറഞ്ഞിരുന്നത് ഇലക്ഷൻ കഴിഞ്ഞ് അത് പ്രഖ്യാപിച്ച ശേഷം, തെരഞ്ഞെടുപ്പിന്റെ വിജയം പ്രഖ്യാപിച്ച ശേഷം 5 മിനിറ്റ് മതി ഞങ്ങൾക്ക് മുഖ്യമന്ത്രി തീരുമാനിക്കണമെന്നാണ്. ഏത് ദിവസത്തെ, ഏത് മാസത്തെ, ഏത് വർഷത്തെ, ഏത് മണിക്കൂറിലത്തെ 5 മിനിറ്റിനെ കുറിച്ചിട്ടാണ് ഈ ചെങ്ങാതി പറഞ്ഞതെന്ന് മാത്രം ആ ചെങ്ങാതി പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് PC വിഷ്ണുനാഥിനെ കുറ്റം പറയാൻ പറ്റില്ല. സംഗതിയൊക്കെ അവിടെ കെടുക്കട്ടെ. വേറെ കാര്യമുണ്ട്. വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ എന്താ പ്രതീക്ഷിക്കുന്നത്? സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവാറ്? വോട്ട് ചെയ്തു, റിസൾട്ട് വരുന്നു, പിറ്റേ ദിവസം അവരൊരു മീറ്റിംഗ് കൂടുന്നു, വളരെ പെട്ടെന്ന് ആരാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു, ഭൂരിപക്ഷം തെളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഗവർണറെ കാണുന്നു, മന്ത്രിസഭ ഉണ്ടാവുന്നു അല്ലേ? എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇവരിപ്പോഴും ആരൊക്കെ ഏതൊക്കെ സ്ഥാനത്തേക്ക് കയറാൻ നടക്കുന്നതല്ല. ഞാനിപ്പോൾ കുറച്ചു മുമ്പ് കണ്ടൊരു പോസ്റ്റ് ഞാൻ ഞെട്ടിപ്പോയി. ഉമ്മൻചാണ്ടിയുടെ മകന് ചാണ്ടി ഉമ്മന് വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന്. എന്താവും എന്ന് ആലോചിച്ച് നോക്കി. എന്താവും? വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് തന്നെ കെടുക്കട്ടെ വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം എന്നാണ് അതിന്റെ പുറകിലുള്ള ന്യായീകരണം. എന്തായാലും ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയുള്ള അണികളുടെയും അവരുടെ അനുഭാവികളുടെയും തല്ലാണ്. കഴിഞ്ഞ ദിവസം KCയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരത്തിനിടയ്ക്ക് മാത്യു കുഴൽനാടൻ ഏതോ ഒരു ലീഗിനെ എന്തോ കുറ്റം പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ആ ലീഗുകാര് KCയുടെ ചിത്രം, കുഴൽനാടിന്റെ ചിത്രം ഒരു ഫ്ലെക്സിൽ നിന്ന് മാന്തി പറക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. കോൺഗ്രസ്സുകാർ തന്നെയാണ് കോൺഗ്രസ് നേതാവിനെ തെറിവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ആരെങ്കിലും ആണോ? ഇത് കാരണം എന്താ പറയുന്നേ? നമ്മുടെ KCനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ലീഗിനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ അതേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒരു മടിയും കൂടാതെ ആ ഒരു പോസ്റ്റ് എത്തിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ എല്ലാവരും പിണറായി വിജയന്റെ നെഞ്ചത്തേക്കാണല്ലോ. പിണറായി വിജയനാണ് ഇടതുപക്ഷത്തിന്റെ ഈ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ നെഞ്ചത്തേക്കാണ് കയറുന്നത്. ആ കേട്ട് അവിടെ നിൽക്കട്ടെ. അങ്ങനെ കയറിയതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ, ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഞാനും ഇടതുപക്ഷക്കാരനാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ പിണറായി വിജയന്റെ ഒരു ഫ്ലെക്സ് അങ്ങനെ കത്തിക്കുന്ന ദൃശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? പറ്റൂല. അതാണ് ഈ രണ്ടുപേരും തമ്മിലൊരു വ്യത്യാസം.
ഇവര് തമ്മിൽ ഒരു ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബദ്ധവൈരികളാണ് തോന്നിപ്പോകും. നോക്കൂ, സ്വന്തം പാർട്ടിക്കാരന്റെ ചിത്രമാണ് അവര് തന്നെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഘടക കക്ഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രണ്ടു വാക്ക് സംസാരിക്കൂ, വേഗം സംസാരിക്കൂ, കൂടിക്കണം. ഏതൊരു ലോക്കൽ നേതാവാണ് കേട്ടോ. എന്താ സംസാരിക്കത്തൊന്ന് വേഗം സംസാരിക്കൂ. എവിടെ ഞാൻ സംസാരം ഉണ്ടോ നോക്കി. ഇനി ഇത് മാത്രമല്ല, ഇതുപോലുള്ള സുന്ദരമായ നിമിഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഇതിനിടയ്ക്ക് ഒരാളുടെ കൂടെ ഒരു സംഗതി ഉണ്ട്. ഇതല്ല, അത് കെട്ടിപ്പിടുത്താണ്. കെട്ടിപ്പിടുത്തം പിന്നെ പറയാലോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. മത്സരിക്കുന്നവരല്ല. മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. അവരെ ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങാൻ. അല്ല, ഞാൻ ഒരു കാര്യം, ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? സത്യം പറയാലോ, ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് മത്സരിക്കുന്നതിൽ മത്സരിച്ചോളി, കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും മത്സരിക്കുക, നിങ്ങൾക്ക് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുക. പക്ഷെ എങ്ങാനും നിങ്ങൾ എല്ലാവരും കൂടി ജയിച്ചു വന്നാൽ നിങ്ങൾ ആരും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് എത്തൂല. എന്ന് വെച്ചാൽ നിങ്ങൾ ആരും മുഖ്യമന്ത്രി ആവില്ല. മുഖ്യമന്ത്രി ഈ മത്സരിക്കാത്ത ആളുകളെ പുറത്തുനിന്നുള്ള ഒരാളായിരിക്കും. എന്ന് വെച്ചാൽ അത് ഞാനായിരിക്കും. ഇത് ഞാനായിരിക്കും. മനസ്സിലല്ലേ? അതാണ് ഈ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. മത്സരിക്കുന്നവരല്ല. മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. അവരെ ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങാൻ. അല്ല, ഞാൻ ഒരു കാര്യം, കണ്ടില്ലേ, മത്സരിക്കുന്നവർ മത്സരിക്കാൻ അവസരം കൊടുത്തു. പക്ഷേ അതിന് പുറകിലുള്ള നിൽക്കുന്ന ആളുകൾക്ക്, മത്സരിക്കാനില്ലാതെ മാറി നിൽക്കുന്ന ആളുകൾക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അർഹത എന്ന് പറയുന്നു. ഇതേപോലെ ഇതേ വർത്തമാനം ഇപ്പൊ കേസ് പറഞ്ഞു, വി ഡി സതീശൻ പറയുന്നുണ്ട്. വി ഡി സതീശന് വേണ്ടി ഫ്ലക്സ് വയ്ക്കുന്നു, സമരം വിളിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു എന്നീ സംഗതികളൊക്കെ പോണ സമയത്ത് ഒരു ലീഗുകാരൻ്റെ പോസ്റ്റ്, എൻ്റെ സുഹൃത്തു കൂടിയ ഒരു ലീഗുകാരൻ്റെ പോസ്റ്റാണ് ഞാൻ ഇങ്ങനെ കണ്ടത് കേട്ടോ. ആ ലീഗുകാരൻ്റെ പോസ്റ്റിൽ ഇങ്ങനെയാണ്, CK മുനീർ ക്ലാരിയുടെ പോസ്റ്റ് നോക്കി വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ. അതിൻ്റെ താഴത്തെ കമൻറ്റുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 17 കമൻറ്റുകളുണ്ട്. എന്നെ ഞെട്ടിച്ചു എന്ന് പറയാം. ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. ഒരു കണ്ണിച്ചോര ഇല്ലാത്ത പകപോക്കലായിപ്പോയി. ജില്ലയിൽ ഒരു അഡ്രസ്സ് ഇല്ലാതാക്കിയല്ലോ. അധികാരമോഹികളായ ഒരു കൂട്ടം നേതാക്കളെ കൊണ്ട് ആ പാർട്ടിയും വിശ്വസിച്ച് വോട്ട് ചെയ്ത് നിഷ്പക്ഷപാതികളായ മനുഷ്യരും തോറ്റു. നാശത്തിലേക്കാണ് പോക്ക്. പോസ്റ്റ് ചെയ്ത് വൈകിയാണെങ്കിൽ തോന്നൽ നേരത്തെ ആയത് നന്നായി. ഉണ്ടോ ഒരു തോൽവി? വല്ലാത്ത ജാതി. മലപ്പുറത്ത് ഒരൊറ്റ സീറ്റുമില്ല. ജനങ്ങൾ ശരിക്കും പഞ്ഞിക്കിട്ടു. വല്ലാത്ത പഞ്ഞിക്കിടൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് കാണാനുണ്ട്. അധികാരമോഹികളെ കൊണ്ട് തോറ്റു. വോട്ട് ചെയ്ത് ജനങ്ങളൊക്കെ വെറും മണ്ടന്മാരാക്കുക. നമ്മൾ വോട്ട് ചെയ്യുക, വോട്ടൊക്കെ ചെയ്ത് അവരെ ജയിപ്പിക്കുക. ജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ വോട്ടെടുപ്പ്, മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അവിടെ വേറെ തല്ല്. ഇവരൊക്കെ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇനി അധികാരം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ 1.5 വർഷം RC, 1.5 വർഷം KC, 3 വർഷമായി, പിന്നെ 2 വർഷം VD സതീശന് കൊടുക്കുക. എച്ചാതി കേരളം എന്നുള്ളതാണ്. അനുഭവിച്ചോളി.